ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു ശ്രീയ വ്ലോഗ് 2004 എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങളിതാ പോണത് ഒരു കേക്ക് വാങ്ങാൻ പോകണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സെക്കൻഡ് ലവ് ആനിവേഴ്സറി ആയിരുന്നു. മെയ് 6 ആയിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് ലവ് ആനിവേഴ്സറി. അപ്പോൾ അന്നെടുത്ത് വെച്ച വീഡിയോ ആണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു. പിന്നെ ഇന്നങ്ങ് എഡിറ്റ് ചെയ്തിടാമെന്ന് കരുതി എടുത്തതായിരുന്നു. അപ്പോൾ ഞങ്ങൾ കേക്ക് വാങ്ങാൻ പോകുന്ന വഴിക്ക് ഞാൻ ഹെൽമെറ്റ് എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന കടയിൽ കയറിയിട്ട് ഹെൽമെറ്റ് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. തിരിച്ച് കേക്ക് വാങ്ങിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഹെൽമെറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോണ വഴിക്ക് ചേട്ടൻ്റെ പൂജക്കുള്ള ഫുഡും വാങ്ങിച്ചിട്ടാണ് പോയത്, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് വരണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതും വാങ്ങിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബീച്ചിലേക്കായിരുന്നു. ഞങ്ങൾ കുഴുപ്പുള്ളി ബീച്ചിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ചെറായി പോകാമെന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞങ്ങൾക്ക് ഇത്രയും ദൂരം വെയിലും ആയതുകൊണ്ടിട്ട് തന്നെ ഞങ്ങൾ കുഴുപ്പുള്ളി ബീച്ചിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന് വണ്ടി വെച്ചിട്ട് നല്ലൊരു സ്പോട്ട് നോക്കി ഞങ്ങൾ നടക്കുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു സ്ഥലം കിട്ടി, വിജനമായ ഒരു സ്ഥലം, അധികം ആരും ഇല്ലാണ്ട് ഉള്ളൊരു സ്ഥലം ഞങ്ങൾ നോക്കി ഞങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം കൊണ്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം രണ്ടുപേരുടെയും ഗിഫ്റ്റൊക്കെ രണ്ടുപേരുടെയും കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കേക്ക് കുടിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളിൽ ചെറിയൊരു പേടി പോലെയായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ കേക്ക് മുറിക്കാൻ നിന്നയിച്ചത് രണ്ടുപേരും കൂടെ. ഞങ്ങളുടെ ഫസ്റ്റ് ലവ് ആനിവേഴ്സറിക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തെല്ലാം നടന്നായിരുന്നു ഈ കേക്ക് മുറിക്കുന്നത് വെച്ച്. അപ്പോൾ ഞങ്ങളത് ഈ വർഷം ചെയ്യാമെന്ന് വിചാരിച്ചു വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഈ വർഷം ഞങ്ങൾ എന്തായാലും കേക്ക് മുറിക്കണം എന്ന് കരുതി തന്നെ മുറിക്കുകയായിരുന്നു. അങ്ങനെ രണ്ടുപേരും കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വയലൊക്കെ വെച്ച് കൊടുത്ത് ബാക്കിയുണ്ടായത് എൻ്റെ കയ്യിലായത് ഞാൻ തന്നെ അങ്ങ് ഇരുന്ന് കഴിച്ചു. എനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് കേക്കൊക്കെ കഴിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പം ഞാനത് അവിടെ നിന്ന് തന്നെ മുറിച്ച് കഴിക്കുമായിരുന്നു. കുഴുപ്പുള്ളി ബീച്ചിൽ ഇത് പതിവായതുകൊണ്ടിട്ട് തന്നെ ആരും അങ്ങനെ അധികം ശ്രദ്ധിക്കാറൊന്നുമില്ല. അത് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. അതിന് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് തന്നെ കേക്കൊക്കെ കഴിച്ചു. ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. കറക്റ്റായിട്ട് വീഡിയോ കിട്ടുന്നുണ്ടോയെന്ന് ഞങ്ങൾക്ക് പേടിയായിരുന്നു. കാരണം ഞങ്ങൾ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അവിടെ ഒരു മരത്തിൽ വെച്ചിട്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ കൊടുത്തു. ചേട്ടനായിരുന്നു ആദ്യം എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആർക്കും ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ തന്നെ ചേട്ടൻ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേഗം തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ചേട്ടൻ തുറന്നു കഴിഞ്ഞിട്ട് ഞാൻ തുറക്കാമെന്നുള്ള രീതിക്കായിരുന്നു. കൊടുത്തപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഫ്രെയിം ആണെന്ന്. അപ്പോൾ ആകെ ഒരു ഫ്രെയിം ഉണ്ടായിട്ടെന്നുള്ള ആൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അങ്ങനെ തുറക്കാനായിട്ട് കുറച്ച് പാടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല രീതിക്ക് സെലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനെൻ്റെ കസിൻ ചേച്ചിയും കൂടി ആയിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, നല്ല രീതിക്ക് സെലോ ടേപ്പ് ഒട്ടിച്ചാനിട്ട് എന്നെ തുറക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തുറന്നപ്പോൾ തന്നെ ആദ്യം വന്നത് ചെറിയൊരു ഫ്രെയിമായിരുന്നു. ആൾ വിചാരിച്ചിട്ടുണ്ടായില്ല ചെറിയ ഫ്രെയിം ഉണ്ടാവുന്നു. ആ ഒരു ഒറ്റ വലിയ ഫ്രെയിമായിരുന്നു ആൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചേട്ടന് ചെയ്യണം എന്ന് മനസ്സിലുണ്ടായ ഒരു ഫ്രെയിമായിരുന്നു അത്. അപ്പോൾ ഞാനത് ചെയ്ത് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു വലിയ ഫോട്ടോ ഫ്രെയിമും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പ്രത്യേകിച്ച് ഞാൻ തന്നെ ചെയ്തതായിരുന്നു അത്. പ്രിൻ്റ് കടയിൽ പോയി എടുത്തിട്ട് ഫ്രെയിം വേറെ സെപ്പറേറ്റ് വാങ്ങിച്ച് അങ്ങനെ ചെയ്തതായിരുന്നു. അപ്പോൾ എന്താ പറയുക, ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിത് തലേന്ന് ആണ് എല്ലാം പോയി എന്താ പറയുക റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അതോട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഇഷ്ടമായി. അത് എങ്ങനെയായിരുന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അത് ഞാൻ ക്യാമറയിലോട്ട് കാണിക്കാൻ പറഞ്ഞപ്പോൾ ക്യാമറയിലോട്ട് കാണിച്ചായിരുന്നു. അപ്പോൾ മറ്റേ ഫോട്ടോ ചോദിച്ചിട്ട് ഞാൻ മറ്റേ ഫോട്ടോ കൊടുത്തപ്പോൾ രണ്ടും കൂടി ക്യാമറയിലേക്ക് കാണിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കവർ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതെന്താ സാധനം എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എടുത്തപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് ആവുമോ എന്നുള്ളത്. ഷൂ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഷൂ ആണെന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഡ്രസ്സ് ഞങ്ങൾക്ക് ചേട്ടൻ്റെ അനിയൻ്റെ ചിക്കൻ കൂടി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സായിരുന്നു. എൻ്റെ ഈ ഡ്രസ്സും ചേട്ടൻ്റെ ഷർട്ടും ഞാൻ അവിടെ വെച്ച് തന്നെ ഷൂ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കറക്റ്റാണോ ഇല്ലയെന്ന് അറിയത്തില്ലല്ലോ. കറക്റ്റ് അല്ലെങ്കിൽ തിരിച്ചു കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് ആളെന്നെ കൊണ്ട് അവിടെ വെച്ച് തന്നെ ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, പെർഫെക്റ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര കറക്റ്റായിരുന്നു. എനിക്ക് പോലും എൻ്റെ ഷൂവിൻ്റെ സൈസ് അറിയത്തില്ല, പക്ഷേ ആൾ ഇത് കറക്റ്റായിട്ട് എനിക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഷൂ ഒക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അത് കിട്ടിയപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാം എടുത്ത് വെച്ച് നേരെ വീട്ടിലേക്ക് പോകാനിറങ്ങി. പോകുന്ന വഴിക്കാണ് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ദാഹിച്ചുകൊണ്ടിരിക്കണമായിരുന്നു വെള്ളം കുടിക്കാനായിട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ആൾ ഒരു കടയിൽ നിർത്തി. അവിടെ വഴിയരികിൽ തന്നെ ഒരു കടയുണ്ടായിരുന്നു, ഒരു അപ്പാപ്പൻ്റെ. അവിടെ നിർത്തിയിട്ട് ഒരു വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ എത്തി. അങ്ങനെ ആൾ മുന്തിരി സോഡയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ചേട്ടൻ. ഞാനൊരു ജിഞ്ചർ സോഡയുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ജിഞ്ചർ ആയതുകൊണ്ടിട്ട് തന്നെ കുടിച്ചപ്പോൾ തന്നെ ഉള്ളൊക്കെ ഒന്ന് ആന്തി ചെറുതായിട്ട്. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിലേക്ക് പോയി എല്ലാം എടുത്ത് വെച്ചു അങ്ങനെ സമാധാനമായിട്ട് കഴിഞ്ഞ് അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.